ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന നോ ബയസ് കണ്ടീഷനായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ആരുണ്ട്, നമുക്ക് ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോഴെന്താണ് സംഭവിക്കുന്നത്, റിവേഴ്സ് ആകുമ്പോഴെന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യാനുണ്ട്, ചെക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഫസ്റ്റ്ലി വി വിൽ ലുക്ക് ഇൻ ടു അവർ ഫോർവേഡ് ബയാസ്ഡ്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ സർക്യൂട്ട്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നില്ല, അത് വരക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആരൊക്കെ ഉണ്ട്, നമ്മുടെ നെഗറ്റീവ് അല്ലെങ്കിൽ സീറോ ഹോൾസുകൾ വരുന്നുണ്ട് അല്ലേ. ഇവിടെ പോസിറ്റീവ്, അതുപോലെ തന്നെ ഇവിടെ ഇത് നെഗറ്റീവ് ചാർജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പി, ഇതാണ് നിങ്ങളുടെ എൻ. ഓക്കെ, ഹോപ്പ് യു നോ ഇറ്റ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജംഗ്ഷൻ. then ഇതിൻ്റെ അകത്തും ആരുണ്ട്, ഈ പറഞ്ഞ നെഗറ്റീവ് സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്തുണ്ട്, അത് അകത്തുള്ളതൊന്ന് കാണിക്കാം. ഓക്കെ, സിമിലർലി ഇപ്പുറത്ത് ആരുണ്ട്, വിൽ ബി ഹാവിങ് യുവർ പോസിറ്റീവ്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ഉണ്ട്. ദെൻ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു നമ്മൾ ബയാസിങ് അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, ബയാസിങ് എന്ന് വെച്ചാൽ എക്സ്റ്റേണലി കൊടുക്കുന്ന വോൾട്ടേജ് അല്ലേ, ബയാസ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഗൈസ്, ഇവിടെ നെഗറ്റീവ് എല്ലാത്തിലും രണ്ടെണ്ണം ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ മാത്രം എന്താണ് ഒന്നെന്ന് വിചാരിക്കേണ്ട, എല്ലാത്തിനും രണ്ടുണ്ടെന്ന് കരുതിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എന്ത് WD, ശരിയാണല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുവാണെന്ന് പറഞ്ഞാൽ, യു ആർ അപ്ലൈയിങ് ഫോർവേഡ് ബയാസിങ്. ഫോർവേഡ് ബയാസിങ് നിങ്ങളെ പി സൈഡിലേക്ക് നമുക്കറിയാമല്ലോ, പ്ലസ് അതുപോലെ ഇപ്പുറത്തെ എൻ സൈഡിലേക്ക് ഇത് അല്ലേ. അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്നൊരു കറണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെ VD ആണെന്ന് വിചാരിക്കുക. VD എന്ന് പറഞ്ഞാൽ ഇനി മുതൽ VD എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബയാസ് പൊട്ടൻഷ്യൽ. ഓക്കെ, ബയാസ് പൊട്ടൻഷ്യലാണ് VD. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ്, ഫോർവേഡ് ബയാസ് സമയത്ത് what happens is the positive terminal of the battery, okay, battery le positive terminal will repel the holes, ഈ ഹോൾസിനെ റിപ്പൽ ചെയ്യും towards the depletion region. Depletion regionലേക്ക് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. ഓക്കെ, സിമിലർലി വാട്ട് ഹാപ്പൻസ് ഈസ് the negative terminal on the n side will be negative side on n side will repel the electrons towards the depletion region. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ്. ഈ പ്ലസ് മൈനസ് കൊണ്ടുള്ളത് ഈ റിപ്പലിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദ ഹോൾസ് ഓൺ ദ പി സൈഡ് വിൽ ബി റിപ്പൽഡ് ബൈ ദ പോസിറ്റീവ് ടെർമിനൽ ടുവേർഡ്സ് ദ ഡിപ്ലീഷൻ റീജിയൻ. സിമിലർലി ദ നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺസ് ഓൺ ദർ എൻ സൈഡ് വിൽ ബി റിപ്പൽഡ് ബൈ ദർ നെഗറ്റീവ് ടെർമിനൽ ഓൺ ദ ഡിപ്ലീഷൻ റീജിയൻ. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഒരു പ്രഷർ ഫോം ചെയ്യുകയാണ് ഇവിടെ ഈ ഏരിയയിൽ, ഒരു പ്രഷർ ഫോം ചെയ്യണം. എന്താണത്, ദിസ് ഈസ് യുവർ VB അല്ലേ, നമ്മളുടെ VB ബാരിയർ പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ ആ പൊട്ടൻഷ്യൽ അവിടെ ക്രിയേറ്റ്, അപ്പോൾ ദിസ് ബാരിയർ പൊട്ടൻഷ്യൽ വിൽ പ്രഷർ യുവർ ഇലക്ട്രോൺസ് ഓൺ എൻ സൈഡ് ആൻഡ് യുവർ ഹോൾസ് ഓൺ പി സൈഡ് ടു റീകമ്പൈൻ വിത്ത് ദ അയോൺസ് നിയർ ദ ബൗണ്ടറി. ഈ ബൗണ്ടറിന് അടുത്തുള്ള അയോൺസ് റീകമ്പൈൻ ചെയ്യുന്നത് പ്രഷർ ചെയ്യുന്നു. അപ്പോൾ പ്രഷർ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മളുടെ വിഡ്ത്തിന് എന്താണ് സംഭവിക്കുന്നത്, നമ്മളുടെ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ വിൽ റെഡ്യൂസ്. ഓക്കെ, അപ്പോൾ യുവർ ഹോൾസ് വിൽ റീകമ്പൈൻ വിത്ത് യുവർ നെഗറ്റീവ് അയോൺസ്, ദെൻ സിമിലർലി യുവർ ഇലക്ട്രോൺസ് വിൽ റീകമ്പൈൻ വിത്ത് യുവർ പോസിറ്റീവ് അയോൺസ്. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. അതും അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റീകമ്പനേഷൻ സംഭവിക്കുന്നത്. ദസ് യുവർ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യുവാണ്, റെഡ്യൂസ് ചെയ്യാണ് സംഭവിക്കുന്നത്. ഓക്കെ, അതായത് വെൻ വി ആർ ഇൻക്രീസിങ് യുവർ VD ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളുടെ വിഡ്ത്ത് എന്ത് ചെയ്യുന്നു, വിഡ്ത്ത് കുറയുന്നു. അതേപോലെ തന്നെ നമ്മളെ ബാരിയർ പൊട്ടൻഷ്യൽ അതായത് VB എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ക്ലിയർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടുകൾ, അതായത് ഇവിടെ രണ്ട് കറണ്ടുകൾ, ഒന്ന് മെജോറിറ്റി കറണ്ടും ഉണ്ട്, സിമിലർലി യുവർ മൈനോറിറ്റി കറണ്ടും ഉണ്ട്. മെജോറിറ്റി കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണെന്ന് ഡിഫ്യൂഷൻ കറണ്ട്, ശരിയല്ലേ, ഡിഫ്യൂഷൻ കറണ്ട്. സിമിലർലി നമ്മുടെ ആരുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടും, അതാണ് മൈനോറിറ്റി കറണ്ട്, ശരിയല്ലേ. ആ മൈനോറിറ്റി കറണ്ടിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ IS ഗൈസ്. ഓക്കെ, ഇനി മുതൽ IS എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മൈനോറിറ്റി കറണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ജംഗ്ഷൻ, അറിയാലോ, ദാറ്റ് ഈസ് യുവർ ജംഗ്ഷൻ. ഈ IS-ൻ്റെ പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്.
ഓക്കെ, ഓർത്ത് വയ്ക്കുക, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ക്ലിയർ? അപ്പോൾ ഇതിലെ ടോട്ടൽ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതാണ് ഈ ഐ ഡി. ഇതാണ് നമ്മളുടെ ഐ ഡി. ഓക്കെ, ഈ ഐ ഡി എത്രയാണ് ഉണ്ടാവുക? ഇതിൽ ടോട്ടൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ ഐ ഡി എത്ര ഉണ്ടാവുക? യുവർ ഐ ഡി വിൽ ബി ഈക്വൽ ടു യുവർ മെജോറിറ്റി കറണ്ട്, അത് ഡിഫറൻസ് ആയിരിക്കുമല്ലോ, മൈനസ് യുവർ ഐ എസ്. ക്ലിയർ? whereas ഐ എസ് ഈസ് യുവർ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, ഈ ഐ ഡി എന്ന് പറഞ്ഞാൽ ആരാണ്? ഐ ഡി ഈസ് യുവർ ഡിഫ്യൂഷൻ കറണ്ട്. ഐ ഡി അല്ലേ നമ്മൾ റീകോമ്പിനേഷൻ വഴി ഉണ്ടാകുന്ന ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതാണ് ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ കറണ്ട് ഈസ് ഈക്വൽ ടു മെജോറിറ്റി കറണ്ട് മൈനസ് യുവർ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? നമ്മുടെ മൈനോറിറ്റി കാരിയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ലേ? ശരിയല്ലേ? ഈ മൈനോറിറ്റി കാരിയേഴ്സ് ആണെങ്കിൽ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടെമ്പറേച്ചർ. What happens is when temperature increases, your minority carriers also increases. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് കൂടുമ്പോൾ, അതായത് ഇവിടെ കൂടുമ്പോൾ, നമുക്ക് വേണമെങ്കിൽ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഐ എസ് അല്ലെങ്കിൽ മൈനോറിറ്റി കാരിയേഴ്സ് കാരണം കറണ്ട് കൂടുമ്പോൾ ഒബ്വിയസ്ലി യുവർ ഐ ഡി വിൽ ഡിക്രീസ്. ശരിയല്ലേ? ദാസ് വി ക്യാൻ സേ ദാറ്റ് യുവർ ഡബ്ല്യു ഈസ് റെഡ്യൂസിങ്, അല്ലെങ്കിൽ നമ്മൾ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയാണെന്നും പറയാം. ക്ലിയർ? അപ്പോൾ ഇനീഷ്യലി നിങ്ങളുടെ ഉണ്ടായ ഒരു വി ബി ആണെങ്കിൽ, ബാരിയർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ, ഇനീഷ്യൽ ബാരിയർ പൊട്ടൻഷ്യൽ നമ്മൾ വി ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ട്, അതായത് അപ്പം പുതിയ ബാരിയർ പൊട്ടൻഷ്യലാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ ബാരിയർ പൊട്ടൻഷ്യൽ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ യുവർ ന്യൂ ബാരിയർ പൊട്ടൻഷ്യൽ വിൽ ബി യുവർ ഇനീഷ്യൽ ബാരിയർ പൊട്ടൻഷ്യൽ മൈനസ് യുവർ അപ്ലൈഡ് ഫോർവേഡ് ബയാസ്ഡ് വോൾട്ടേജ്. ഇതല്ലേ ഫോർവേഡ് ബയാസ്ഡ് വോൾട്ടേജ്? അപ്പോൾ പഴയ ഇനീഷ്യൽ ബാരിയർ പൊട്ടൻഷ്യൽ മൈനസ് യുവർ അപ്ലൈഡ് ഫോർവേഡ് ബയാസ്ഡ് വോൾട്ടേജ്, ഇതായിരിക്കും നിങ്ങളുടെ പുതിയ ബാരിയർ പൊട്ടൻഷ്യൽ. ഇതെന്ത് ചെയ്യും? ദിസ് വിൽ റെഡ്യൂസ്. പുതിയ ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇൻ എഫക്റ്റ് പറയുവാണെങ്കിൽ എന്താണ്? നിങ്ങളുടെ ഇപ്പോൾ സിലിക്കണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ബാരിയർ പൊട്ടൻഷ്യൽ എത്രയാണ്? ഇറ്റ് വിൽ ബി 0.7 വോൾട്ട്. ഓക്കെ, സിലിക്കണൊക്കെ എടുത്തു കഴിഞ്ഞാൽ 0.7 വോൾട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? അല്ലെങ്കിൽ വി ഡി 0.7 ആണെങ്കിൽ നമ്മൾ പുതിയ ബാരിയർ പൊട്ടൻഷ്യൽ ഇറ്റ് വിൽ ബി 0. ശരിയല്ലേ? അപ്പോൾ എന്താണ് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ with an increase in your biasing potential, your barrier potential അല്ലെങ്കിൽ പുതിയ ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് സംഭവിക്കുവാണ്? ഇറ്റ് ഈസ് ഡിക്രീസിങ്. ഈ ഒരു ഒറ്റ പോയിന്റ് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന ബയാസിങ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്യുന്നുണ്ട്? വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ വിൽ റെഡ്യൂസ്. ഓക്കെ, സിമിലർലി വാട്ട് ഹാപ്പൻസ് വിത്ത് യുവർ റിവേഴ്സ് ബയസ് കണ്ടീഷൻ? നമുക്ക് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ നേരത്തെ പോലെ തന്നെ ഫിഗേഴ്സ് ഉണ്ടാവും. ശരിയല്ലേ? നമ്മുടെ ഈ നേരത്തെ ഉണ്ടായ ഈ ഫിഗർ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇനി അതൊന്നും വരയ്ക്കുന്നില്ല. ഇവിടെ പി ഉണ്ട്, ഇവിടെ എൻ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഇനീഷ്യൽ നോ ബയാസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ബയാസിങ് കണ്ടീഷൻ ഡബ്ല്യു ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റിയർ. സിമിലർലി വി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാരിയർ പൊട്ടൻഷ്യൽ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? നേരത്തെ റിപ്പൾസിനാണ് ഹാപ്പി എന്ന് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഹോൾസിൻ്റെയും അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെയും അട്രാക്ഷനാണ് സംഭവിക്കുന്നത്. ദർ ഷുഡ് ബി ആൻ അട്രാക്ഷൻ ബിറ്റ്വീൻ യുവർ ഇലക്ട്രോൺസ് ആൻഡ് യുവർ പോസിറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് ടെർമിനലാണ് ഇവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ നെഗറ്റീവ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളൊരു അട്രാക്ഷനാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഹാപ്പൻ ചെയ്യുന്നത്. സിമിലർലി ദർ ഇസ് ആൻ അട്രാക്ഷൻ ബിറ്റ്വീൻ യുവർ ഹോൾസ്. ഇതവിടെ ഉണ്ടാകുന്ന ഹോൾസ് ഉണ്ടാവുമല്ലോ. ഈ ഹോൾസും ഈ നെഗറ്റീവ് അപ്ലൈ ചെയ്യുന്ന സാധനം തമ്മിൽ അട്രാക്ഷൻ സംഭവിക്കും. അങ്ങനെ അട്രാക്ഷൻ ഹാപ്പൻ ചെയ്യുന്നത് കൊണ്ട് അതായത് നമ്മളെ ഹോൾസ് എന്ത് ചെയ്യുന്നു? യുവർ ഹോൾസ് വിൽ ഗോ ടു യുവർ നെഗറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ടെർമിനൽ എഫക്റ്റ് കാരണം ഹോൾസിൽ ചേഞ്ച് വരുന്നു. സിമിലർലി ഇലക്ട്രോൺസിൽ എഫക്റ്റ് കാരണം നിങ്ങൾ പോസിറ്റീവ് ടെർമിനൽ കാരണം നിങ്ങൾ ഇലക്ട്രോൺസിനും ചേഞ്ച് വരുന്നു. എന്താണ് ചേഞ്ച്? അട്രാക്ഷൻ കാരണം. നേരത്തെ ഇവിടെ 2 എണ്ണമാണ് ഞാൻ കാണിച്ചിരുന്നത്. ശരിയല്ലേ? ഓരോന്നിനും 2 എണ്ണം. ആ 2 എണ്ണം കുറഞ്ഞ എന്താവും? ആ 2 എണ്ണം കൂടും. ശരിയല്ല? കാരണം അട്രാക്ഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ അട്രാക്ഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങളുടെ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ്. Okay, thus we can say that there will be happening a wider depletion region. Okay, പിന്നെ അട്രാക്ട് ചെയ്യുമ്പോൾ ഈ സാധനം ഇങ്ങനെ കൂടെ ചെയ്യാം. ഓക്കെ, നേരത്തെ ആണെങ്കിൽ റിപ്പൾഷൻ കാരണം അത് കുറയുക ചെയ്ത്. ഇപ്പം എന്താ? അത് വൈഡർ ഡിപ്ലീഷൻ റീജിയൻ ആണ് ആവുന്നത്.
ക്ലിയർ. അപ്പോൾ സപ്പോസ് ഇഫ് യു ആർ റിവേഴ്സ് ബയസ് കാരണം നമ്മൾ ഇനീഷ്യൽ നമ്മൾ വി ബി ആണ് ഉണ്ടായത്, അതിൻ്റെ കൂടെ ആരെയൊന്നും ഡയോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബയാസ് പൊട്ടൻഷ്യലും കൂടി വരും. അങ്ങനെ വി ബി നമുക്ക് റിവേഴ്സ് ബയസ് അല്ലെങ്കിൽ ന്യൂ നമുക്ക് വി ബി പ്ലസ് വി ഡി എന്ന് പറയാം. ശരിയല്ലേ? അപ്പോൾ ഇഫ് യുവർ ഇതാണ് വി ഡി അല്ലേ, ഇഫ് യുവർ വി ഡി ഇൻക്രീസസ് ദെൻ വി ബി വാട്ട് ഹാപ്പൻസ് യുവർ വി ബി? വി ബി ഓൾസോ ഇൻക്രീസസ്, യുവർ ഡബ്ല്യു ഡി വിൽ ഓൾസോ ഇൻക്രീസ്. അതായത് നിങ്ങളുടെ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റെയിൽ വിൽ ഓൾസോ ഇൻക്രീസ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ മജോറിറ്റി കാരിയർ മൈനോറിറ്റി കാരിയർ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കൺസെപ്റ്റ് ഇവിടെയും വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ മെജോറിറ്റി കാരിയറിൻ്റെ ഫ്ലോ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നിങ്ങളുടെ മെജോറിറ്റി കാരിയർ ഇങ്ങോട്ടാണല്ലോ ഫ്ലോ ചെയ്യുന്നത്. നിങ്ങളുടെ മെജോറിറ്റി കാരിയറിൻ്റെ ഫ്ലോ ഇറ്റ് വിൽ ബി റെഡ്യൂസ് ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. കാരണം മൈനോറിറ്റി കാരിയേഴ്സ് എൻറ്ററിങ് ദ ഡിപ്ലീഷൻ റീജൻ ഈസ് സെയിം. ഓക്കെ, മൈനോറിറ്റി കാരിയർ എൻ്റർ ചെയ്യുന്നത് എന്താണ്? സെയിം ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓൺലി ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് വിൽ ബി ഒക്കറിങ് ഹിയർ. അപ്പോൾ ഐ എസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, ആരുണ്ടാവില്ല? ഐ മെജോറിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഐ മെജോറിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ ഡി എന്ത് വരും? വാട്ട് വിൽ ബി ഹാപ്പൻ ടു യുവർ ഐ ഡി? ഐ ഡി എന്താണ് സംഭവിക്കുക? ഐ ഡി വിൽ ബി ഐ മെജോറിറ്റി 0 അല്ലേ? അപ്പോൾ മൈനസ് ഐ എസ് ആണ് വരിക. ഈ ഐ മൈനസ് ഐ എസ് സി എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡയോഡ് ഡയറക്ഷൻ എന്താണ്? റിവേഴ്സ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ നിങ്ങൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എഫക്റ്റീവ്ലി ഇൻ എഫക്റ്റ് വരുന്നുള്ളൂ. ഓക്കെ, അതിന് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുമ്പോൾ പറയാം. ക്ലിയർ? അപ്പോൾ ഈ ഐ എസ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്ക് ഓൾറെഡി അറിയാം. മൈനോറിറ്റി കാരിയേഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടെമ്പറേച്ചറിനെ. ശരിയല്ല? ഐ എസ് മൈനോറിറ്റി കാരിയർ അല്ല. അപ്പോൾ മൈനോറിറ്റി കാരിയർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഓൺലി ഡിപ്പെൻഡ് ഓൺ യുവർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഇൻ ദ റേഞ്ച് ഓഫ് മൈക്രോ ആംബിയറിലാണ് നിങ്ങളുടെ എന്തുണ്ടാവുക? ഐ എസ് ഉണ്ടാവുക. അപ്പോൾ ഐ എസ് തിരിച്ചു പോകുന്നൊരു സാധനം മെജോറിറ്റി കാരിയർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നതാണ്, ഇത് റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ഈ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ വിഡ്ത്തിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുവാണെങ്കിൽ, യുവർ വിഡ്ത്ത് ഇൻ യുവർ റിവേഴ്സ് ബയാസ് ഈസ് ഗ്രേറ്റർ ദാൻ യുവർ വിഡ്ത്ത് ഇൻ നോ ബയാസ്. ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ യുവർ വിഡ്ത്ത് ഇൻ യുവർ ഫോർവേഡ് ബയാസ്. ഓക്കെ, ഈ ഒരു ടേം മാത്രം ഓർത്തിരുന്നാലും മതിയാവും നമുക്കിത് എന്ത് ചെയ്യാൻ, സമ്മപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, വിഡ്ത്ത് ഓഫ് യുവർ റിവേഴ്സ് ബയാസ് ഇസ് ഗ്രേറ്റർ ദാൻ യുവർ വിഡ്ത്ത് അറ്റ് നോ ബയാസ്, ഗ്രേറ്റർ ദാൻ യുവർ വിഡ്ത്ത് അറ്റ് ഫോർവേഡ് ബയാസ്. സിമിലർലി തന്നെയാണ് നിങ്ങളുടെ ബാരിയർ പൊട്ടൻഷ്യലും. വി ബി ഇതുപോലെ തന്നെയാണ്. ഓക്കെ, വി ബി ആയാലും നോ ബയാസ് ഇവിടെ ആർ ബി ഗ്രേറ്റർ ദാൻ വി ബിൻ്റെ ഫോർവേഡ് ബയാസ്, സെയിം സാധനം തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോഴുള്ള ഇക്വേഷൻസ്, അത് നെഗറ്റീവ് ബയാസ്ഡ് ആകുമ്പോഴുള്ള ഇക്വേഷൻസ് അല്ലെ റിവേഴ്സ് ബയാസ്. അപ്പോൾ ഫോർവേഡ് ബയാസ് ജസ്റ്റ് ചെറിയ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പി യു എൻ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഐ ഡി അല്ലേ, അത് തന്നെയാണ് ഐ ഡി. ഈ ഐ ഡി എന്താണെന്ന് പറഞ്ഞു? യുവർ ഐ ഡി വിൽ ബി ഐ മെജോറിറ്റി മൈനസ് ഐ എസ്. ശരിയല്ലേ? ഇനി നമ്മുടെ റിവേഴ്സ് ബയാസ് എടുക്കുകയാണെങ്കിലോ, ഇൻ റിവേഴ്സ് ബയാസ് വാട്ട് ഹാപ്പൻസ്? റിവേഴ്സ് ബയാസിൽ ഇത് എന്താണ്? ഇറ്റ് വിൽ ബി റിവേഴ്സ്ഡ് അല്ലേ, ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് പി, ഇത് എൻ, ഇത് മൈനസ് പ്ലസ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഐ എസ് ആണ് ഫ്ലോ ചെയ്യുന്നത്, ഐ എസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡയോഡ് കറണ്ട് അല്ലെങ്കിൽ ഡയോഡ് കറണ്ട് അല്ല, ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, ഡിഫ്യൂഷൻ കറണ്ട് ഈസ് ഈക്വൽ ടു വാട്ട്? ഇറ്റ് വിൽ ബി ഐ എസ്. ക്ലിയർ? ഇനി ഒരു ഡയോഡ് വോൾട്ടേജ് റിലേഷൻ തന്നെ ഫോം ചെയ്യുവാണെങ്കിൽ, ഡയോഡ് വോൾട്ടേജ് കറണ്ട്, ഡയോഡ് കറണ്ടും വോൾട്ടേജും, ഡയോഡ് വോൾട്ടേജ് അല്ല ഡയോഡ് കറണ്ടും കറണ്ട് വോൾട്ടേജ് റിലേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ലുക്ക് ലൈക്സ് ദിസ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചു. ഐ ഡി ഈക്വൽ ടു ഐ എസ് ഇൻറ്റു ഇ റേസ് ടു കെ ഇൻറ്റു വി ഡി ഡിവൈഡഡ് ബൈ ടി കെ ഹോൾ റേസ് ടു മൈനസ് 1. ഓക്കെ, ഹോൾ റേസ് ടു അല്ല, ഐ ഡി ഈക്വൽ ടു ഐ എസ് ഇൻറ്റു ഇ റേസ് ടു കെ ഇൻറ്റു വി ഡി ബൈ ടി കെ മൈനസ് 1. ഓക്കെ, -1. ഈ ഒരു ഡയോഡ് കറണ്ട് ഓർത്ത് വയ്ക്കുക. ഇതിലെ ഐ ഡി എന്ന് പറഞ്ഞാൽ ഡയോഡ് കറണ്ടുമാണ്. സിമിലർലി ഐ എസ് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടാണ്.
ദെൻ വി ഡി എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ഡയോഡിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്. ദെൻ ടി കെ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, ക്ലിയർ. ദെൻ കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി കെൻ്റെ നമുക്ക് പറയാം. കെ എന്താണ്? കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 1160 ഡിവൈഡഡ് ബൈ ഈറ്റ ആണ്. ഈറ്റ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഐഡിയലിറ്റി ഫാക്ടർ. ഓക്കെ, ഈ ഐഡിയലിറ്റി ഫാക്ടറിന് റേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. ദിസ് ഐഡിയലിറ്റി ഫാക്ടർ ഇസ് ബിറ്റ്വീൻ 1 and 2. 1 and 2 ആണ് അതിൻ്റെ വാല്യൂ. ജർമാനിയത്തിൻ്റെ കേസിലാണെങ്കിൽ 1ഉം നമ്മുടെ സിലിക്കൻ്റെ കേസാണെങ്കിൽ 2 ആണ്. അതായത് നിങ്ങളുടെ ഡിഫ്യൂഷൻ കറണ്ട് ലോ ആവുന്ന കേസാണിത്. ഓക്കെ, സിമിലർലി ഡിഫ്യൂഷൻ കറണ്ട് ഹൈ ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ജർമാനിയം ആയാലും സിലിക്കൺ ആയാലും ഒക്കെ 1 തന്നെയാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്തിരുന്നാലും മതിയാവും. അപ്പോൾ നമ്മുടെ വി ടി എങ്ങനെ കിട്ടും? ഇറ്റ് വിൽ ബി യുവർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 11,600. ക്ലിയർ. നെക്സ്റ്റ് നിങ്ങളുടെ 11,600 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? കെ ഇൻറ്റു ഈറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ കെ ഇൻറ്റു ഈറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വി ടി എന്ത് പറയുന്നത് പറഞ്ഞാൽ യുവർ വി ടി വിൽ ബി ടി കെ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു എൻ. കെ ഇൻറ്റു എൻ അല്ല, കെ ഇൻറ്റു ഈറ്റ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. വി ടി ഈസ് ഈക്വൽ ടു ടി നമ്മളുടെ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ഈറ്റ. ഓക്കെ, ഇനി നമ്മൾ ഇത് മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? ഐ ഡി ഈക്വൽ ടു ഐ എസ് ഇൻറ്റു, ഇവിടെ എഴുതാം, ഐ ഡി ഈസ് ഈക്വൽ ടു ഐ എസ് ഇൻറ്റു ഇ റേസ് ടു കെ ഇൻറ്റു വി ഡി ഡിവൈഡഡ് ബൈ ഈ ടി കെ മൈനസ് 1. ഇതൊക്കെ നിങ്ങൾ മറന്നേക്കും, ഒറ്റ ഇക്വേഷൻ മാത്രം പഠിക്കുക. ദാറ്റ് ഈസ് ഐ ഡി ഈക്വൽ ടു ഐ എസ് ഇൻറ്റു ഇ റേസ് ടു വി ഡി ഡിവൈഡഡ് ബൈ ഈറ്റ വി ടി മൈനസ് 1. ഇനി നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്താൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾ ഒഴിവാക്കിയേക്ക് കേട്ടോ. ഐ ഡി ഈസ് ഈക്വൽ ടു ഐ എസ് ഇൻറ്റു ഇ റേസ് ടു വി ഡി ഡിവൈഡഡ് ബൈ ഈറ്റ വി ടി മൈനസ് 1. This is your relation between the current, diode current, diffusion current and your reverse saturation current. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, നിങ്ങളുടെ മജോറിറ്റി കറണ്ട് 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റേഞ്ചിൽ കൂടുന്നത്. എവിടെ? ഇൻ യുവർ റിവേഴ്സ് ബയസ് കണ്ടീഷൻ അല്ലേ. ആൻഡ് ദസ് ഇറ്റ് ഓഫേഴ്സ് ഹ്യൂജ് ബാരിയർ ടു ദ ഫ്ലോ ഓഫ് മജോറിറ്റി കാരിയേഴ്സ്. മജോറിറ്റി കാരിയേഴ്സിനോട് തടസ്സമായിട്ട് നിന്നിട്ട് മൈനോറിറ്റി കാരിയേഴ്സ് ഫ്ലോ മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ? റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ ഉണ്ടാവുള്ളൂ. അതായത് ഐ എസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇറ്റ് ഈസ് ബി അപ്രോക്സിമേറ്റ്ലി എത്ര കറണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്? അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ ദിസ് വിൽ ബി ഇൻ റേഞ്ച് ഓഫ് യുവർ മൈക്രോ ആംബിയേഴ്സ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. In the next slide we will discuss about your VI characteristics. നമുക്ക് VI characteristics എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.